നമസ്കാരം. 100 വാർത്ത ആരംഭിക്കുന്നു. സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 133 പേർക്ക് കോവിഡ്, 93 പേർക്ക് രോഗമുക്തി. സമ്പർക്കത്തിലൂടെ 9 പേർക്ക് കോവിഡ് ബാധിച്ചു. കോവിഡ് ബാധിച്ചവരിൽ ഒരു ആരോഗ്യ പ്രവർത്തകയും. ഇന്ന് 7 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം, മയ്യനാട്, ഇട്ടിവ, കല്ലുവാതുക്കൽ, കൊല്ലം കോർപ്പറേഷൻ, കോട്ടയം ജില്ലയിലെ വാഴപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ മുല്ലപ്പുഴശ്ശേരി എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. അതേസമയം 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. തൃശൂർ ജില്ലയിലെ അവണൂർ, ചേർപ്പ്, തൃക്കൂർ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, വാടാനപ്പള്ളി, അളഗപ്പ നഗർ, വെള്ളാങ്ങല്ലൂർ, തോളൂർ, കൊല്ലം ജില്ലയിലെ ആദിശനല്ലൂർ എന്നിവയാണ് ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയത്. നിലവിൽ ആകെ 109 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ അവഹേളിച്ച് മുല്ലപ്പള്ളിയെ പിന്തുണച്ച് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. മുല്ലപ്പള്ളിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി. മുല്ലപ്പള്ളി പറഞ്ഞത് പാർട്ടി നിലപാടെന്ന് ചെന്നിത്തല. മുല്ലപ്പള്ളി പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ്. പ്രവാസി മലയാളികൾക്ക് കൈരളിയുടെ കൈത്താങ്ങ്. UAE-യിൽ നിന്ന് പ്രവാസികളുമായി കൈരളി TV ചാർട്ടേഡ് വിമാനം വൈകിട്ടോടെ കേരളത്തിലേക്ക് പുറപ്പെട്ടു. ആദ്യ ചാർട്ടേഡ് വിമാനത്തിലെത്തുക 215 പ്രവാസികൾ. ചൈനീസ് പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കാൻ സൈനിക മേധാവി തല യോഗത്തിൽ ധാരണ. തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ കമാൻഡർമാർക്ക് തീരുമാനമെടുക്കാം. അങ്കമാലിയിൽ അച്ഛന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായ കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ. കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് സംസ്ഥാന ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. തോട്ടങ്ങളിൽ ഫലകൃഷി അനുവദിക്കുന്നത് പരിഗണനയിൽ ഉണ്ടെന്ന് മുഖ്യമന്ത്രി. ഓൺലൈൻ വിപണനം പ്രയോജനപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് വൈകിട്ട് 7:30 കൈരളി TV സംപ്രേഷണം ചെയ്ത നാം മുന്നോട്ട് പരിപാടിയിൽ. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെക്കില്ലെന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് PJ ജോസഫ്. പ്രശ്നം പരിഹരിക്കാൻ ചർച്ച തുടരുകയാണെന്ന് ഉമ്മൻചാണ്ടി. ഇന്നലെ രാജ്യത്ത് 15,000-ലധികം പുതിയ കോവിഡ് ബാധിതർ. മരണം 13,277. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4,12,000-ലേക്ക്. മഹാരാഷ്ട്രയിലും ദില്ലിയിലും തമിഴ്നാട്ടിലും സ്ഥിതി അതീവ ഗുരുതരം. ലോകം കോവിഡ് ഭീതിയിൽ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 89,46,000 കടന്നു. ആകെ കോവിഡ് മരണം 4,67,000 പിന്നിട്ടു. കോഴിക്കോട് പൈമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം തരത്തിലെ നിർധന വിദ്യാർത്ഥിക്ക് KSTA നൽകുന്ന വീടിന്റെ കല്ലിടൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ പഠന സൗകര്യമൊരുക്കാനായി മണ്ണാർപ്പൊയിൽ ഋതികയുടെ വീട്ടിലെത്തിയ അധ്യാപകരാണ് വീടിന്റെ ശോചനീയ അവസ്ഥ കണ്ട് വിദ്യാർത്ഥിനിക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. പാലക്കാട് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കി DYFI. TV ചലഞ്ചിലൂടെ 14 TVയും 2 ടാബും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OV സ്വാമിനാഥന് കൈമാറി. DYFI മണ്ണൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓൺലൈൻ പഠന സൗകര്യം ഏർപ്പെടുത്തിയത്. പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരടക്കം 2 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചുവെന്ന് സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചരണം നടത്തിയ 2 പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. മുല്ലശ്ശേരി വിജയവിലാസം ശ്രീകാന്ത്, ഇന്ദീവരം ബിസ്മിരാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. പോലീസ് ദുരന്ത നിവാരണ നിയമപ്രകാരമായിരുന്നു നടപടി. ഇവരുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അഞ്ചൽ കോവിഡ് പ്രതിരോധത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെ അപമാനിച്ചുവെന്നാരോപിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കോലം കത്തിച്ച് CPIM അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഞ്ചൽ ഏരിയ സെക്രട്ടറി രഞ്ജു സുരേഷ്, മായാകുമാരി, നസീമ BV സലീം, രാജേശ്വരി, സിന്ധു, ജഗദമ്മ, ഗീതാകുമാരി എന്നിവർ നേതൃത്വം നൽകി.
കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട്. ചലച്ചിത്ര താരം ഉഷാറാണി അന്തരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബാലതാരമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോഴിക്കോട് നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ഏറ്റെടുത്ത TV ചലഞ്ചിലേക്ക് ബാലുശ്ശേരിയിലെ സ്വകാര്യ ഹോമിയോപ്പതി ആശുപത്രി സംഭാവന നൽകിയ TV ഡോക്ടർ സജിനും ഡോക്ടർ ശ്രീജ സജിനും ചേർന്ന നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P. ബിന്ദുവിന് കൈമാറി. ഓൺലൈൻ ക്ലാസ് സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ SPC ഓഫീസർ K. ഷിബുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. SPC നേതൃത്വത്തിൽ ഇതുവരെ 2500 മാസ്കുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുകയും 3 TV നൽകുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ബദൽ പാതകളിൽ ഏറെ പ്രാധാന്യമുള്ള ചുങ്കം ലിങ്ക് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ യോഗം താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു. കൊടുവള്ളി MLA കാരാട്ട് റസാഖ് ഉദ്ഘാടനം ചെയ്തു. 2016-17 കാലയളവിലെ ബജറ്റിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 കോടി രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. നിലവിൽ പദ്ധതിയുടെ വിശദ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് കേരള റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. അങ്കമാലി പീച്ചാനിക്കാട് താബോർ സെന്റ് ജോർജ് പള്ളിയിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് ഓർത്തഡോക്സ് വിഭാഗം മടങ്ങി. രാവിലെ കുർബാന അർപ്പിക്കാനെത്തിയ സംഘത്തെ യാക്കോബായ വിശ്വാസികൾ തടഞ്ഞിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തെ പോലീസ് തിരിച്ചയച്ചെങ്കിലും ഇവർ പള്ളിക്ക് സമീപം നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ പള്ളിയിൽ നിന്ന് യാക്കോബായ വിഭാഗം പോകാതെ വന്നതോടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഓർത്തഡോക്സ് വിഭാഗം മടങ്ങുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് പോലീസ് നടത്തിയ റെയ്ഡുകളിൽ 90 ലിറ്റർ കർണാടക മദ്യം പിടികൂടി. കടമ്പാർക്കുളവയിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന മദ്യം കുമ്പള റേഞ്ച് എക്സൈസ് ആണ് പിടികൂടിയത്. പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2 പേർക്കെതിരെ കേസെടുത്തു. ഹോസ്ദുർഗ്, ബദിയടുക്ക റേഞ്ചുകളിൽ നടത്തിയ പരിശോധനയിൽ 11 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ജില്ലയിൽ എക്സൈസ് റെയ്ഡുകൾ ശക്തമാക്കി. കാസർഗോഡ് ജില്ലയിലെ എളേരിത്തട്ടിൽ വയോജനങ്ങൾക്കായി പകൽ വീടിന്റെ നിർമ്മാണം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. 20 ലക്ഷം രൂപ ചെലവിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്താണ് ഇവിടെ പകൽ വീട് നിർമ്മിക്കുന്നത്. വെസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിലെ 4ാമത്തെ പകൽ വീടാണിത്. 5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് പകൽ വീട് നിർമ്മാണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. രാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോട്ടയം കുറുപ്പന്തറയിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന മയക്കുമരുന്ന് ആഡംബര കാറിൽ നിന്നും പിടിച്ചെടുത്തു. മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ ബെൻജോസ്, ബിനോയ് എന്നിവരുടെ കാറിൽ നിന്നാണ് MDMA-യും ഹാഷിഷും പിടിച്ചെടുത്തത്. രഹസ്യവിവരത്തെ തുടർന്ന് വൈക്കം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുകൾ കണ്ടെത്തിയത്. ആരോഗ്യമന്ത്രിക്കെതിരെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തെ പിന്തുണച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ട ഉമ്മൻചാണ്ടി വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്ന നിലപാടായിരുന്നു. എന്നാൽ 1 മണിക്കൂറിന് ശേഷം മുല്ലപ്പള്ളിയെ പിന്തുണച്ച് രംഗത്തെത്തുകയായിരുന്നു. അതേസമയം മുല്ലപ്പള്ളിയെ തള്ളി മുസ്ലിം ലീഗ് രംഗത്തെത്തി. ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള വ്യക്തിപരമായ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ സാമൂഹിക അകലം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി. ലോക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ബസ് സ്റ്റോപ്പ്, മാർക്കറ്റ് തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ സാമൂഹിക അകലം പാലിക്കാതെ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളിലും കൺട്രോൾ റൂം വാഹനങ്ങൾ ഉൾപ്പെടെ 3 പെട്രോളിംഗ് വാഹനങ്ങൾ ഇതിനായി മാത്രം ഉപയോഗിക്കും. കാസർഗോഡ് ജില്ലയിൽ നിലവിൽ സമ്പർക്കത്തിൽ കോവിഡ് രോഗവ്യാപനമില്ല. ജില്ലയിൽ 6 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചപ്പോൾ 2 പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 3 പേർക്കും ഗൾഫിൽ നിന്ന് വന്ന 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 7 വയസ്സുകാരിയും ഉൾപ്പെടുന്നു. ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം ജില്ലയിൽ 112. ഇതുവരെ ജില്ലയിൽ രോഗം ബാധിച്ചത് 394 പേർക്കാണ്. 282 പേർ ഇതുവരെ രോഗമുക്തരായി.
വയനാട്ടിൽ 192 പേർക്ക് കൂടി കോവിഡ് നിരീക്ഷണകാലം പൂർത്തിയാക്കി. നിലവിൽ 3451 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. പരിശോധനക്കയച്ച 2763 ആളുകളുടെ സാമ്പിളുകളിൽ 2415 ഫലം ലഭിച്ചതിൽ 2367 നെഗറ്റീവും 48 എണ്ണം പോസിറ്റീവുമാണ്. 294 സാമ്പിളുകളുടെ ഫലം ലഭിക്കാനുണ്ട്. വയനാട്ടിൽ ഒരാൾ കൂടി കോവിഡ് രോഗമുക്തനായി. മെയ് 29-ന് ബാംഗ്ലൂരിൽ നിന്നെത്തിയ കൽപ്പറ്റ രാട്ടക്കൊല്ലി സ്വദേശിയായ 30-കാരനെ മാനന്തവാടി കോവിഡ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 22 പേരാണ് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 1145 പേർക്കെതിരെ കേസെടുത്തു. അറസ്റ്റിലായത് 1073 പേരാണ്. 439 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 5774 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 12 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഇന്നലെ കോൺഗ്രസുകാർ മർദ്ദിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AM മനുവിന്റെ പ്രതികരണം കൈരളി ന്യൂസിന്. കോൺഗ്രസുകാർ ഡ്യൂട്ടിക്കിടെ തന്നെ മർദ്ദിച്ചുവെന്ന മനു കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണുണ്ടായത്. ഇത് വിഷമമുണ്ടാക്കുന്നുവെന്നും മനു കൈരളി ന്യൂസിനോട് പറഞ്ഞു. മുംബൈയിൽ 60-ലധികം സംഘടനകളുടെ ഫെഡറേഷനായ കേരളീയ കേന്ദ്ര സംഘടന തുടക്കമിട്ട ജനകീയ കൂട്ടായ്മ കരുണ കോവിഡ് ഭീതിയിൽ കഴിയുന്ന ആയിരക്കണക്കിന് മലയാളികൾക്കാണ് ആശ്രയ കേന്ദ്രമാകുന്നത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കരുണ പുറത്തിറക്കിയ മ്യൂസിക് വീഡിയോ മലയാളികൾക്കിടയിൽ വലിയ പ്രചാരണമാണ് നേടുന്നത്. ജയസൂര്യ നായകനാകുന്ന വെള്ളം എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. കണ്ണൂർ സ്വദേശിയായ ഒരാളുടെ യഥാർത്ഥ ജീവിതമാണ് സിനിമയിലൂടെ പറയുന്നത്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ മാത്രം ലോകം കാണുന്ന അനന്യ എന്ന കൊച്ചുമിടുക്കി ചിത്രത്തിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്. പ്രവാസികളുമായി കൂടുതൽ വിമാനങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിമാനത്തിൽ നിന്നും ഇറങ്ങുന്ന യാത്രക്കാർക്ക് സാമൂഹിക അകലം പാലിക്കുന്നതിനായി ടോക്കൺ സൗകര്യം ഏർപ്പെടുത്തി. വിവിധ കൗണ്ടറുകളിൽ എത്തുന്നവർക്ക് ടോക്കൺ നമ്പർ അനുസരിച്ചാണ് മുൻഗണന ലഭിക്കുന്നത്. ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ 100 വാഹനങ്ങൾ കൂടി അധികമായി സജ്ജമാക്കി. എല്ലാ വിഭാഗങ്ങളിലും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളും കൂടുതൽ വിപുലമാക്കി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിൽ വെള്ളം കയറി. പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറിയത്. ലോഗൻസ് റോഡ്, മണവാട്ടി ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളത്തിലായി. ഞായറാഴ്ച രാവിലെ മുതൽ തുടരുന്ന കനത്ത മഴയിലാണ് നഗരത്തിൽ വെള്ളപ്പൊക്കമുണ്ടായത്. പത്തനംതിട്ടയിൽ ഇന്ന് 8 പേർക്ക് കൂടി കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 6 പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ്. 2 പേർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ. 6 പേർക്ക് രോഗലക്ഷണങ്ങളില്ല. 2 പേർക്ക് പ്രകടമായ രോഗലക്ഷണങ്ങൾ. നിലവിൽ 126 പേർ ജില്ലയിൽ രോഗികളായിട്ടുണ്ട്. ഇതിൽ 121 പേർ ജില്ലയ്ക്കകത്തും 5 പേർ പുറത്തും ചികിത്സയിൽ. 1099 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. INTUC നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ K. സുരേന്ദ്രൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ അപമാനിക്കും വിധം ഫേസ്ബുക്കിൽ അശ്ലീല ചിത്രം പോസ്റ്റ് ചെയ്ത അഷ്ഫാഖ് അഹമ്മദ് എന്ന മുക്കം സ്വദേശിക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. DYFI മേഖലാ സെക്രട്ടറി ജാഫർ ഷെരീഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. KMCC നെറ്റ്സോൺ എന്ന ഗ്രൂപ്പിലായിരുന്നു ശൈലജ ടീച്ചർക്കെതിരെ പോസ്റ്റിട്ടത്. കാസർഗോഡ് നീലേശ്വരത്ത് കാർ പുഴയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. ഓർച്ചയിലെ NP മുഹമ്മദ് ഷറൂഫാണ് മരിച്ചത്. കനത്ത മഴയിൽ കാർ നിയന്ത്രണം വിട്ട് ഓർച്ച പുഴയിലേക്ക് മറിയുകയായിരുന്നു. പുഴയിൽ മുങ്ങിയ കാർ നാട്ടുകാർ കരയ്ക്ക് കയറ്റി ഷെറൂഫിനെ പുറത്തെടുത്തുവെങ്കിലും മരണപ്പെട്ടിരുന്നു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ബദിയടുക്ക പെർഡാല കൊറക കോളനിയിൽ നടീൽ വസ്തുക്കൾ നട്ടുകൊടുത്തു. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് നടീൽ വസ്തുക്കൾ എത്തിച്ച് നട്ടുകൊടുത്തത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AV മധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട് ഉദ്ഘാടനം ചെയ്തു.
ഹൈക്കോടതി തൽക്കാലം അടക്കില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ഇജിയുമായുള്ള ചർച്ചയിലാണ് ഈ തീരുമാനം. നിലവിലുള്ള സിറ്റിംഗ് തുടരും. എന്നാൽ പരിഗണിക്കുന്ന കേസുകൾ വെട്ടിച്ചുരുക്കും. അഭിഭാഷകരുടെ അസാന്നിധ്യത്തിൽ കേസ് പരിഗണിക്കുകയോ ഉത്തരവ് പുറപ്പെടുവിക്കുകയോ വേണ്ടെന്നും ചർച്ചയിൽ തീരുമാനമായി. വാർത്ത നൽകിയതിന്റെ പേരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകന് നേരെ ഭീഷണി. മുക്കം CTVയിലെ റഫീഖ് തോട്ടുമുക്കത്തെ ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. കൂടാതെ പിതാവിന്റെ വീഡിയോ അനാവശ്യ തലക്കെട്ടുമായി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ റഫീഖ് മുക്കം പോലീസിൽ പരാതി നൽകി. മദ്യപിച്ച് അപകടമാം വിധം വാഹനമോടിച്ച് ചോദ്യം ചെയ്ത വ്യാപാരിയെ ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ച തോട്ടുമുക്കം സ്വദേശി ഷൈജു എന്ന വ്യക്തിക്കെതിരെ വാർത്ത നൽകിയതായാണ് പ്രകോപനമുണ്ടായത്. പുതിയതായി നിർമ്മിച്ച 19 നിലയുള്ള ആഡംബര ഫ്ളാറ്റ് കോവിഡ് ആശുപത്രിക്കായി വിട്ടു നൽകിയിരിക്കുകയാണ് മുംബൈ സ്വദേശിയായ വ്യവസായി. സംസ്ഥാനം കോവിഡിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നതിനിടെയാണ് വ്യവസായി സഹായഹസ്തവുമായി എത്തിയത്. ഷിജി ശരൺ ഡെവലപ്പേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന മെഹുൽ സാങ്വി എന്നയാളാണ് തന്റെ പുത്തൻ കെട്ടിടം കോവിഡ് രോഗികൾക്കായി നൽകിയത്. കർണാടകയിലെ സ്വകാര്യ ആശുപത്രികളും കോവിഡ് ചികിത്സ. സർക്കാർ ആശുപത്രികളിൽ നിന്നും റെഫർ ചെയ്യുന്നത് പ്രകാരം തെരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ നൽകുന്നത്. ഇതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4 ലക്ഷം പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 15,143 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതാദ്യമായാണ് ഒരു ദിവസത്തിനിടെ ഇത്രയധികം പേർക്ക് പുതിയതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. 306 പേർ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു. ഇതോടെ 13,254 പേർക്കാണ് വൈറസ് മൂലം മരണം സംഭവിച്ചത്. തമിഴ്നാട്ടിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 2532 പുതിയ കേസുകൾ. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 59,377 ആയി. 757 പേരാണ് ഇവിടെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. 25,863 സജീവ കേസുകളാണ് നിലവിലുള്ളത്. ചൈനീസ് പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കാൻ സൈനിക മേധാവി തലയോഗത്തിൽ ധാരണ. തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ കമാൻഡർമാർക്ക് തീരുമാനമെടുക്കാൻ. 40-ലേറെ ചൈനീസ് സൈനികർ മരിച്ചെന്ന് കേന്ദ്രമന്ത്രി VK സിംഗ് അവകാശപ്പെട്ടു. ഇന്ത്യ ചൈന പ്രശ്നം സങ്കീർണമാണെന്നും ഇരു രാജ്യങ്ങളെയും സഹായിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ സൈന്യത്തിന്റെ അത്യാധുനിക ചെറു ഹെലികോപ്റ്ററായ ധ്രുവ് കിഴക്കൻ ലഡാക്ക് പ്രദേശത്ത് അടിയന്തരമായി നിലത്തിറക്കി. ചെറിയ തകരാർ കണ്ടതിനെ തുടർന്ന് പൈലറ്റ് മുൻകരുതൽ ലാൻഡിംഗിന് അനുമതി തേടുകയായിരുന്നു. ഹെലികോപ്റ്ററിലെ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ധനവില ഇന്നും കൂട്ടി. ഡീസലിന് 57 പൈസയും പെട്രോളിന് 35 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. തുടർച്ചയായ 15-ാം ദിവസമാണ് ഇന്ധനവിലയിൽ വർധനവുണ്ടാകുന്നത്. ഇതോടെ ഡീസലിന് 74.12 രൂപയും പെട്രോളിന് 79.44 രൂപയുമായി. 15 ദിവസത്തിനിടെ ഡീസലിന് 8.43 രൂപയും പെട്രോളിന് 8 രൂപയുമാണ് വർദ്ധിച്ചത്. AICC തെലങ്കാന സെക്രട്ടറിയും മുതിർന്ന തെലങ്കാന കോൺഗ്രസ് നേതാവുമായ വി ഹനുമന്ത റാവുവിന് കോവിഡ് വൈറസ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റാവുവുമായി സമ്പർക്കം പുലർത്തിയവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. മുംബൈയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. പൻവേൽ കോമോത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി ജാനകി വാസുവാണ് മരിച്ചത്. മുംബൈ ബേപ്പൂരിൽ താമസിക്കുന്ന ഇവരുടെ മരണം ഞായറാഴ്ച വൈകിട്ടോടെയാണ് സ്ഥിരീകരിച്ചത്. ജാനകിയുടെ മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ മുംബൈയിൽ മരിച്ച മലയാളികളുടെ എണ്ണം 20 ആയി. ലോക പിതൃദിനത്തിൽ ഒരു അച്ഛൻ എന്ന കവിത ആലപിച്ച 7 വയസ്സുള്ള പെൺകുട്ടി. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ കേന്ദ്രീയ വിദ്യാലയത്തെ വിദ്യാർത്ഥിനിയായ ശ്രീലയാണ് കവിത ആലപിച്ചിരിക്കുന്നത്. ഓൺലൈൻ റീറ്റെയിൽ സ്ഥാപനമായ ആമസോൺ രാജ്യത്ത് മദ്യവിൽപ്പന ആരംഭിക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഓൺലൈൻ വഴി മദ്യവിൽപ്പന നടത്താൻ കമ്പനിക്ക് അനുമതി ലഭിച്ചു. ഓൺലൈൻ മദ്യവിൽപ്പന നടത്താൻ ആമസോൺ യോഗ്യരാണെന്ന് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ പറഞ്ഞു. സംസ്ഥാനവുമായി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ആമസോണിനെ ക്ഷണിച്ചു.
കാഴ്ച നഷ്ടപ്പെട്ടതടക്കമുള്ള തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസ് ഭരണകാലത്ത് നേരിട്ട പീഡനം മൂലമാണെന്നും BJP MP പ്രജ്ഞ സിംഗ് ഠാക്കൂർ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഭോപ്പാലിലെ BJP ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് തുറന്നു പറച്ചിൽ. ദില്ലിയിൽ മോഷ്ടാക്കളുടെ കുത്തേറ്റ് 88 വയസ്സുകാരി മരിച്ചു. വിദേശകാര്യ മന്ത്രാലയ ജീവനക്കാരിയായിരുന്ന BR ചൗളയുടെ ഭാര്യ കാന്ത ചൗളയാണ് മരണപ്പെട്ടത്. സൗത്ത് വെസ്റ്റ് ദില്ലിയിലെ സഫ്തർജംഗ് എൻക്ലോവിലാണ് സംഭവം. യോഗ പരിശീലിക്കുന്നവർക്ക് കോവിഡ് ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപാദ് നായിക് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വാർത്താ ഏജൻസി PTIയോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തും ലോകത്തെമ്പാടും യോഗ പ്രചരിക്കുന്നത് കോവിഡിനെതിരായ പോരാട്ടത്തിന് സഹായകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനഗറിലെ സദീബൽ സൗറയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. പ്രദേശത്തെ ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാ സേന കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും തീവ്രവാദികൾ അതിന് തയ്യാറായില്ല. തുടർന്നാണ് വെടിവയ്പ് ഉണ്ടായത്. 2019 BSF ജവാന്മാർക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ പങ്കാളികളായവരാണ് കൊല്ലപ്പെട്ടവരിൽ 2 തീവ്രവാദികളെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു. തമിഴ്നാട്ടിൽ ഒരു MLAയ്ക്ക് കൂടി കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു. DMK നേതാവും വില്ലുപുരം ഋഷിവന്ത്യം മണ്ഡലത്തിലെ MLAയുമായ K. കാർത്തികേയനാണ് കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചത്. കോവിഡ് മേഖലയിലെ സഹായ വിതരണത്തിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. MLAയുടെ 3 കുടുംബാംഗങ്ങൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച ദില്ലി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനിന്റെ ചികിത്സയ്ക്ക് പ്രത്യേക ആരോഗ്യ സംഘത്തെ നിയോഗിച്ചു. ദില്ലിയിലെ സ്വകാര്യ സർക്കാർ ആശുപത്രികളെ ഡോക്ടർമാർ അടങ്ങുന്നതാണ് സംഘം. പ്ലാസ്മ തെറാപ്പിക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് നിലവിൽ ഇദ്ദേഹം. CISF ഉദ്യോഗസ്ഥൻ കോവിഡ് ബാധിച്ച് മരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശിയായ കോൺസ്റ്റബിൾ ജിതേന്ദർ കുമാറാണ് മരിച്ചത്. പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദില്ലിയിലെ RML ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഇതോടെ സേനയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6 ആയി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരു പോലീസിൽ പുതിയ മാർഗനിർദ്ദേശം. 55 വയസ്സിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ജോലിക്ക് ഹാജരാകേണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കർണാടകയിൽ പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം ദൃശ്യമായി. രാജ്യത്തെ എല്ലായിടത്തും വ്യത്യസ്ത തോതിൽ ഗ്രഹണം ദൃശ്യമായി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാഗിക ഗ്രഹണമാണ് ദൃശ്യമായത്. 2020 ആദ്യത്തേതും 100 വർഷത്തിനിടയിലെ ഏറ്റവും ആഴമേറിയതുമായ സൂര്യഗ്രഹണമാണ് ഇന്നത്തേത്. ജർമ്മനിയിലെ അറവുശാലയിൽ വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു. നിരവധി പേർക്ക് വീണ്ടും രോഗബാധ സ്ഥിരീകരിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഈ പ്രദേശത്ത് താമസിക്കുന്ന 7000-ഓളം പേരോട് ക്വാറന്റൈനിൽ കഴിയാനാണ് അധികൃതർ നിർദ്ദേശിച്ചത്. ജർമ്മൻ മീറ്റ് സംരക്ഷണ പ്ലാന്റിലും കൊറോണ വൈറസ് ബാധ വൻതോതിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി അടച്ചുപൂട്ടി. 600-ലധികം ആളുകൾക്കാണ് വൈറസ് ബാധ പോസിറ്റീവായി കണ്ടെത്തിയത്. കണ്ണുകൾ പിങ്ക് നിറമാകുന്നത് COVID-19 രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളിൽ ഒന്നാകാമെന്ന് പഠനം. ചുമ, പനി, ശ്വാസതടസ്സം എന്നിവയ്ക്കൊപ്പം കണ്ണുകളിലെ പിങ്ക് നിറവും രോഗലക്ഷണത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന് കനേഡിയൻ ജേണൽ ഓഫ് ഒഫ്താൽമോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. ചെങ്കണ്ണും പ്രാഥമിക രോഗലക്ഷണത്തിൽ ഉൾപ്പെടും. ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ പരസ്പരം ചർച്ചകളിലൂടെയും സമവായത്തിലൂടെയും സമാധാനപരമായി പരിഹരിക്കണമെന്ന് നേപ്പാൾ. ഇന്ത്യയും ചൈനയും നേപ്പാളിന്റെ സൗഹൃദ രാഷ്ട്രങ്ങളാണ്. ഗൽവാൻ താഴ്വരയിൽ അടുത്തിടെയുണ്ടായ സംഭവങ്ങൾ നിർഭാഗ്യകരമാണ്. അതിർത്തിയിൽ സമാധാനം പുലരണമെന്നാണ് നേപ്പാൾ ആഗ്രഹിക്കുന്നത്. നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു. ജർമ്മനിയിൽ വീണ്ടും ലെനിന്റെ പ്രതിമ ഉയർന്നു. ഫാസിസ്റ്റുകൾക്കും റോസിസ്റ്റുകൾക്കും പ്രതിമകൾ ഉയരേണ്ടതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നീണ്ട നിയമയുദ്ധം നയിച്ച
വിജയിച്ചാണ് ജർമ്മൻ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ലെനിന്റെ കൂറ്റൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങ് ആവേശം പകരും വിധം ചുവപ്പ് നിറഞ്ഞതായിരുന്നു. ബ്രിട്ടനെ ഞെട്ടിച്ച് വീണ്ടും കത്തിയാക്രമണം. ബ്രിട്ടനിലെ റീഡിംഗിലെ ഫോർബറി ഗാർഡനിലാണ് ആക്രമി കത്തികൊണ്ട് നിരവധി പേരെ കുത്തിയത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമി എന്ന് കരുതുന്ന ലിബിയൻ പൗരനായ 25-കാരനെ പോലീസ് പിടികൂടി. ഭീകരാക്രമണ സാധ്യത പരിശോധിക്കുന്നതായി പോലീസ് അറിയിച്ചു. ശനിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു ആക്രമണം നടന്നത്. പാർക്കിൽ ആളുകൾ കൂടി നിന്ന സ്ഥലത്തേക്ക് ആക്രമി കത്തിയുമായി ഓടിവരികയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പോലീസ് എത്തിയാണ് ഇയാളെ കീഴടക്കിയത്. പ്ലാസ്മ ചികിത്സ കോവിഡിന് ഫലപ്രദമെന്ന പഠനങ്ങൾ. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ നടന്ന പരീക്ഷണത്തിന്റെ ഫലങ്ങൾ വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണമായ മയോ ക്ലിനിക് പ്രൊസീഡിംഗ് പുറത്തുവിട്ടു. കോവിഡ് ഭേദമായവരിൽ നിന്ന് പ്ലാസ്മ ശേഖരിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന 2000-ഓളം രോഗികൾക്ക് നൽകിയായിരുന്നു പരീക്ഷണം. 7 ദിവസത്തിനുള്ളിൽ ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്നാണ് കണ്ടെത്തിയത്. മുൻ റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ ജൂൺ 22 മുതൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി ചെയർമാനായി ചുമതലയേൽക്കുമെന്ന റിപ്പോർട്ടുകൾ. വിജയ് കേൽക്കറിന് പകരമാകും ഉർജിത് പട്ടേലിന്റെ നിയമനം. മുൻ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ഡോക്ടർ ഉർജിത് പട്ടേലിന്റെ 2020 ജൂൺ 22 മുതൽ 4 വർഷ കാലാവധിയിൽ ചെയർമാനായി നിയമിക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ IPOയുടെ പ്രാരംഭ നടപടികൾക്കായി ഉപദേശക കമ്പനികളെ തേടി സർക്കാർ. IPO നടത്തുന്നതിന് പറ്റിയ സമയം നിർണ്ണയിക്കുന്നതുൾപ്പെടെ സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നതിന് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ, നിക്ഷേപക ബാങ്കുകൾ, മർച്ചന്റ് ബാങ്കുകൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണിയിൽ മുൻപനായ ചൈനീസ് കമ്പനി ഓപ്പോ തങ്ങളുടെ പുതു സ്മാർട്ട് ഫോൺ മോഡലിന്റെ ഇന്ത്യയിലെ അവതരണ ചടങ്ങ് റദ്ദാക്കി. കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് 5G സ്മാർട്ട് ഫോണായ ഫ്ലൈൻഡ് X2വിന്റെ അവതരണം യൂട്യൂബിലൂടെ ഇന്ത്യയിൽ ലൈവായി സംപ്രേഷണം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ലൈവ് നിശ്ചയിച്ച സമയത്ത് ഫോണിനെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചുമുള്ള പരസ്യം മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. അവതരണം റദ്ദാക്കിയതിന്റെ കാരണം കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള വാട്സാപ്പ് ഉടൻ തന്നെ പുതിയ ഡേറ്റ് അധിഷ്ഠിത സെർച്ച് സംവിധാനവും എത്തിക്കുന്നു. വാട്സാപ്പിലെ പുതിയ പ്രത്യേകതകൾ പുറത്തുവിടുന്ന വാട്സാപ്പ് ബീറ്റ ഇൻഫോയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇത് വന്നാൽ ഇനിയൊരു ഉപഭോക്താവിന് ദിവസങ്ങൾ വെച്ച് വന്ന സന്ദേശം സെർച്ച് ചെയ്തെടുക്കാം. ആദ്യഘട്ടത്തിൽ വാട്സാപ്പ് iOS പതിപ്പിലായിരിക്കും ഈ ഫീച്ചർ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടനിൽ കത്തിയാക്രമണം. ബ്രിട്ടനിലെ റീഡിംഗിലെ ഫോർബറി ഗാർഡനിലാണ് ആക്രമി കത്തിക്കൊണ്ട നിരവധി പേരെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന അമേരിക്കയിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റാലി. ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഒക്ലഹോമിലെ തുൾസയിലാണ് റാലി നടത്തിയത്. 2ാം വട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമായാണ് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുള്ള റാലി നടത്തിയത്. മാസ്കുകൾ വിതരണം ചെയ്തെങ്കിലും നല്ല ശതമാനവും അത് ധരിക്കാൻ തയ്യാറാവാത്തവരായിരുന്നു. ലഡാക്കിൽ ചൈനയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആയുധബലം വർദ്ധിപ്പിക്കുന്നു. സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ട പ്രതിരോധ സഹായം നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ച് റഷ്യ രംഗത്തെത്തി. ഏറ്റവും കുറഞ്ഞ സമയപരിധി MiG-29, Su-30 AKA യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ തയ്യാറാണെന്ന് റഷ്യ. വരാനിരിക്കുന്ന ഇന്ത്യ, റഷ്യ, ചൈന ത്രിരാഷ്ട്ര ഉച്ചകോടിക്ക് പിന്നാലെയാണ് 30ഓളം യുദ്ധവിമാനങ്ങൾ റഷ്യയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിട്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. കോവിഡ് വൈറസ് വ്യാപനം അതിവേഗത്തിലാണെന്ന് WHO. ലോകം കടന്നുപോകുന്നത് അപകടകരമായ ഘട്ടത്തിലൂടെയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. വൈറസ് വ്യാപനം അതിവേഗത്തിലാണെന്നും പ്രതിദിനം രോഗം ബാധിക്കുന്നവരുടെ എണ്ണം അവിശ്വസനീയമാണ് വർദ്ധിക്കുന്നതെന്നും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം പറഞ്ഞു.
കഴിഞ്ഞ ദിവസം 15 ലക്ഷം പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്നും WHO തലവൻ പറഞ്ഞു. ഇന്ത്യ ചൈന സംഘർഷത്തിൽ ചൈനയ്ക്കെതിരെ വിമർശനവുമായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ. ഇന്ത്യൻ സൈനികരുടെ മരണത്തിനിടയാക്കിയ അതിർത്തി സംഘർഷത്തിന് ഉത്തരവാദി ചൈനയാണെന്ന് മൈക്ക് പോംപിയോ പറഞ്ഞു. വംശീയ വിവേചനത്തിനെതിരായ പ്രക്ഷോഭം US-ൽ കൂടുതൽ കരുത്താർജിക്കുന്നു. അടിമ വ്യാപാരത്തിന് അന്ത്യം കുറിച്ചതിന്റെ ഓർമ്മ ആചരിക്കുന്ന ജൂൺടീൻത് ദിനമായ വെള്ളിയാഴ്ച വാഷിംഗ്ടണിലെ ഏക കോൺഫെഡറേറ്റ് ജനറൽ പ്രതിമ പ്രക്ഷോഭകർ വീഴ്ത്തി തീയിട്ടു. വൈറ്റ് ഹൌസിന് സമീപമുള്ള ലെഫേറ്റ് പാർക്കിലെ ആൽബർട്ട് പൈക്കിന്റെ 11 അടി ഉയരമുള്ള പ്രതിമയാണ് കരിങ്കൽ പീഠം ഉൾപ്പെടെ മുറിച്ചിട്ട് കത്തിച്ചത്. ഇന്ത്യയുടെ ഭാഗമായ ലിപ്പുലെ കാലാപാനി, ലിംപായുധര എന്നിവ ഉൾപ്പെടുത്തിയ ഭൂപടം പരിഷ്കരിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കിയതിനു പിന്നാലെ വീണ്ടും പ്രകോപനവുമായി നേപ്പാൾ. കാലാപാനിക്ക് സമീപം പട്ടാള ക്യാമ്പ് സ്ഥാപിക്കാനാണ് നേപ്പാളിന്റെ നീക്കം. ക്യാമ്പ് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി കാലാപാനി അതിർത്തി പ്രദേശത്ത് നേപ്പാൾ പട്ടാള മേധാവി പൂർണ്ണചന്ദ്ര ദാപ്പ ബുധനാഴ്ച സന്ദർശനം നടത്തിയിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരിൽ ഒരാളായ തഹാബൂർ റാണയെ US വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇന്ത്യ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണിത്. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് നൽകിയ ദയാ ഹർജിയിൽ ഇയാളെ 9 ജയിൽ മോചിതനാക്കിയിരുന്നു. ഇന്ത്യക്ക് വിട്ടുകിട്ടേണ്ട പ്രതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയതോടെ പിറ്റേന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തു. മുംബൈ ഭീകരാക്രമണത്തിൽ US-ൽ നടന്ന വിചാരണയിൽ ഇയാൾ 14 വർഷത്തെ തടവ് അനുഭവിച്ചു വരികയായിരുന്നു. ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ പരസ്പരം ചർച്ചകളിലൂടെ സമവായങ്ങളിലൂടെയും സമാധാനപരമായി പരിഹരിക്കണമെന്ന് നേപ്പാൾ. ഇന്ത്യയും ചൈനയും നേപ്പാളിന്റെ സൗഹൃദ രാഷ്ട്രങ്ങളാണ്. ഗൽവാൻ താഴ്വരയിൽ അടുത്തിടെയുണ്ടായ സംഭവങ്ങൾ നിർഭാഗ്യകരം. അതിർത്തി സമാധാനം പുലരണമെന്നാണ് നേപ്പാൾ ആഗ്രഹിക്കുന്നതെന്ന് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു. ഇന്ത്യയുമായി സംഘർഷം രൂക്ഷമാക്കിയ ചൈനയെ നിശിതമായി വിമർശിച്ച US, ചൈന കാണിക്കുന്നത് മോശമായ പ്രവൃത്തിയാണെന്ന് മൈക്ക് പോംപിയോ പറഞ്ഞു. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ നടന്ന ജനാധിപത്യ ഉച്ചകോടിയിൽ യൂറോപ്പും ചൈന വെല്ലുവിളികളും എന്ന വിഷയത്തിൽ വീഡിയോ ലിങ്കിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദിയിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂ പിൻവലിച്ചു. ഇന്നു മുതൽ വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം തുറന്നു. ഉംറ മസ്ജിദ് നബവി സന്ദർശനം, അന്താരാഷ്ട്ര വിമാന സർവീസ്, കരമാർമുള്ള യാത്രാ നിയന്ത്രണം ഒഴികെയുള്ള എല്ലാ വിഭാഗവും പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മന്ത്രാലയ ഉത്തരവിൽ പറയുന്നു. എന്നാൽ മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കൽ, കോവിഡ് പ്രതിരോധ നിയമങ്ങളും പ്രോട്ടോകോളുകളും സ്ഥാപനങ്ങൾ പാലിച്ചിരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖത്തറിൽ വിവിധ നിയമലംഘനങ്ങൾക്ക് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ 1 മാസത്തിനകം ഉടമസ്ഥർ തിരിച്ചെടുക്കണമെന്ന് അധികൃതർ. നിയമലംഘനങ്ങൾക്ക് പിഴ നൽകി തിരിച്ചെടുക്കാത്ത വാഹനങ്ങൾ ലേലം ചെയ്യുമെന്നും ആഭ്യന്തര മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. വന്ദേ ഭാരത് മിഷൻ ഖത്തറിൽ നിന്നും ഇന്ത്യയിൽ എത്തിയത് 7603 പ്രവാസികൾ. ദോഹയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തിയത് 40-ലേറെ വിമാനങ്ങൾ. സൗദിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാണിജ്യ പങ്കാളിയായി ഇന്ത്യ. സൗദി ഇന്ത്യ ഉഭയകക്ഷി വ്യാപാരം 126.92 ബില്യൺ റിയാലായി ഉയർന്നതോടെയാണ് ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യയിലേക്കുള്ള സൗദിയുടെ കയറ്റുമതി 3.89 കോടി റിയാൽ തോതിൽ വർദ്ധിച്ചു. സൗദിയുടെ ഒന്നാമത്തെ വാണിജ്യ പങ്കാളി ചൈനയാണ്. ഖത്തർ കോവിഡ് വൈറസ് ബാധയെ മറികടന്നു തുടങ്ങിയെന്ന് ആരോഗ്യ മന്ത്രാലയം. കോവിഡ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതും പൊതുജനങ്ങൾ ജാഗരൂകരായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇതെന്നും മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. ചെറിയ രീതിയിലുള്ള അശ്രദ്ധകളും ജാഗ്രത കുറവുകളും സ്ഥിതിഗതികളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ദുബായ് എക്സ്പോ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ
ഈ വർഷാവസാനം പൂർത്തിയാകുമെന്ന് അധികൃതർ. അടുത്ത വർഷം ഒക്ടോബർ 1 മുതൽ 2022 മാർച്ച് 31 വരെയാണ് എക്സ്പോ. ഈ വർഷം ഒക്ടോബർ 20 മുതൽ അടുത്ത വർഷം ഏപ്രിൽ 10 വരെ നടത്താനിരുന്ന എക്സ്പോ കോവിഡ് പശ്ചാത്തലത്തിലാണ് മാറ്റിവെച്ചത്. മേഖലയിൽ ആദ്യമായി അരങ്ങേറുന്ന എക്സ്പോയിൽ ഇന്ത്യയടക്കം 192 രാജ്യങ്ങളാണ് പങ്കെടുക്കുക. ഒമാനിലെ വിമാനത്താവളങ്ങളിൽ സർവീസുകൾ പുനരാരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി അധികൃതർ. സുപ്രീം കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാലുടൻ സർവീസ് ആരംഭിക്കും. സർവീസുകൾ തുടങ്ങുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ബഹ്റൈനിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി സുജിൻ സുകുമാരനാണ് മരിച്ചത്. പനിയെ തുടർന്ന് 5 ദിവസമായി സുജിൻ ക്വാറന്റീനിലായിരുന്നു. കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ സ്വദേശീവൽക്കരണം ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ 101 വിദേശ തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാണ് പിരിച്ചുവിടൽ നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വദേശീവൽക്കരണ നടപടികൾക്ക് വേഗത കൂട്ടാൻ സർക്കാർ നേരത്തെ തീരുമാനം കൈക്കൊണ്ടിരുന്നു. സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള അനുവാദം തേടി ഇന്ത്യൻ എംബസി സൗദി വിദേശകാര്യ വകുപ്പിന് കത്ത് നൽകി. കേരള സർക്കാർ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എംബസി അനുവാദം തേടി കത്ത് നൽകിയത്. സ്പാനിഷ് ലീഗ് കിരീട പോരാട്ടത്തിൽ ബാഴ്സലോണയെ പിന്തള്ളി 1ാം സ്ഥാനത്തെത്താൻ റയൽ മാഡ്രിഡിന് സുവർണ അവസരം. ഇന്ന് രാത്രി 1:30 റയൽ സോസിദാദിനെതിരെ ജയിച്ചാൽ റയലിന് പോയിന്റ് പട്ടികയിൽ ബാഴ്സയ്ക്ക് ഒപ്പമെത്താം. പോയിന്റ് നില ഒപ്പമാണെങ്കിലും ഇരു ടീമുകളും തമ്മിലുള്ള മത്സരത്തിലെ ഗോൾ വ്യത്യാസത്തിന്റെ മികവിൽ റയൽ 1ാം സ്ഥാനരാകും. സിവിക്കെതിരെ ഗോളില്ലാ സമനില വഴങ്ങിയതോടെയാണ് ബാഴ്സ കിരീട പോരാട്ടത്തിൽ റയലിന് സുവർണ അവസരം നൽകിയത്. 30 കളികളിൽ ബാഴ്സയ്ക്ക് ഇപ്പോൾ 65 പോയിന്റും 29 കളികളിൽ നിന്നായി റയലിന് 62 പോയിന്റുമാണുള്ളത്. BCCI അധ്യക്ഷൻ സൗരവ് ഗാംഗുലിയുടെ സഹോദരനും ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയുമായിരിക്കുന്ന സ്നേഹാശിഷ് ഗാംഗുലിയുടെ ഭാര്യയ്ക്ക് കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു. ബംഗാൾ ആരോഗ്യ വകുപ്പാണ് വിവരം പുറത്തുവിട്ടത്. അതേസമയം സ്നേഹാശിഷ് ഗാംഗുലിക്കും കോവിഡ് ബാധിച്ചെന്ന വാർത്ത തെറ്റാണെന്ന് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. ഒരൊറ്റ സീസണിൽ 33 ഗോളുകൾ ബുണ്ടസ്ലിഗയിൽ ചരിത്രമെഴുതി ലെവൻഡോവ്സ്കി. ബുണ്ടസ്ലിഗയുടെ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന ജർമ്മനിക്ക് പുറത്തുനിന്നുള്ള താരം എന്ന റെക്കോർഡാണ് ബയറൻ മ്യൂണിക്കിനായി കളിക്കുന്ന ലെവൻഡോവ്സ്കി സ്വന്തം പേരിൽ കുറിച്ചത്. ബംഗ്ലാദേശിന്റെ മുൻ ക്യാപ്റ്റൻ മഷ്റഫെ മസ്താരയ്ക്ക് കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു. 2 ദിവസമായി പനിയായിരുന്ന മൊർത്താസ വെള്ളിയാഴ്ചയാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയനായത്. നിലവിൽ ധാക്കയിലെ വീട്ടിൽ മൊർത്താസ ഐസൊലേഷനിലാണ്. പാകിസ്ഥാന്റെ മുൻ താരം ഷാഹിദ് അഫ്രീദയ്ക്ക് ശേഷം കോവിഡ്-19 സ്ഥിരീകരിക്കുന്ന പ്രമുഖ ക്രിക്കറ്റ് താരമാണ് മൊർത്താസ. റിമ കല്ലിങ്കലും ആഷിഖ് അബുവും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമായ ഹാഗറിന്റെ ചിത്രീകരണം അടുത്ത മാസം ആരംഭിക്കും. ജൂലൈ 5-ന് കൊച്ചിയിൽ സിനിമാ ചിത്രീകരണം ആരംഭിക്കുമെന്ന് ആഷിഖ് അബുവാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. സിനിമയുടെ റിലീസിംഗ് സംബന്ധിച്ച കാര്യങ്ങളിൽ നിർമ്മാണ കമ്പനിക്കാണ് പൂർണ്ണ അധികാരമെന്നും ആഷിഖ് അബു ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ജൂണിലെ ഭാമയുടെ സ്പെഷ്യൽ ഡേ. വിവാഹ നിശ്ചയത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച താരം. വിവാഹ നിശ്ചയ മോതിരമണിഞ്ഞതെന്നും നിശ്ചയം കഴിഞ്ഞിട്ട് 1 വർഷമായെന്നും ഭാമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നിരവധി പേരാണ് ഭാമയ്ക്കും അരുണിനും ആശംസകൾ നേർന്നിരിക്കുന്നത്. നടിയായും അവതാരികയായും പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ താരമാണ് പേളി മാണി. സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി സംവദിക്കാൻ സമയം കണ്ടെത്താറുണ്ട് പേളി. പേളിയുടെ ഫോട്ടോകൾ ഓൺലൈനിൽ വൈറലാകാറുണ്ട്. ഇപ്പോഴിതാ പേളി എഴുതിയ ഒരു കുറിപ്പാണ് ആരാധകർ ഏറെ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. മറ്റുള്ളവരെയും സഹായിക്കാൻ മനസ്സ് കാണിക്കണമെന്നാണ് പേളി കുറിപ്പിൽ പറയുന്നത്. പഠനം ഓൺലൈൻ വഴിയായതോടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എഡ്യൂടെക്
സ്റ്റാർട്ടപ്പുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചു. ഓൺലൈൻ ട്യൂഷനും ഓൺലൈൻ ക്ലാസുകൾക്കുമൊപ്പം പ്ലാറ്റ്ഫോമുകളും നൽകുന്നവർക്കാണ് ഡിമാൻഡ് കൂടുതലുള്ളത്. ക്ലാസുകൾ ഓൺലൈനായി ലഭിക്കുന്നുണ്ടെങ്കിലും വിശദമായ പഠനത്തിനും മറ്റും ഓൺലൈൻ ട്യൂഷൻ ആപ്ലിക്കേഷനുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ വ്യക്തമാക്കി. സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റ് സ്മാർട്ട് ഫോൺ ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് അവതരിപ്പിച്ചത്. 6GB റാം പതിപ്പിന് 41,000 രൂപയും 8GB റാം പതിപ്പിന് 43,000 രൂപയുമായിരുന്നു പുറത്തിറക്കുമ്പോൾ ഫോണിന്റെ വില. ഇപ്പോൾ ഈ രണ്ട് പതിപ്പിന്റെയും 4,000 രൂപ കുറഞ്ഞിരിക്കുകയാണ്. 100 വാർത്ത അവസാനിക്കുന്നു. നമസ്കാരം.